ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം. വിദ്യകളുടെ രാജാവ്, രഹസ്യത്തിലും രാജാവ്. അങ്ങനെയുള്ള ഈ അധ്യായത്തിൽ സുപ്രധാനമായ ആശയങ്ങളെ ഭഗവാൻ നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നു. ആരാണോ കേവലം മനുഷ്യനായി ഒരു മനുഷ്യരൂപത്തിൽ മനുഷ്യ ശരീരം കൈക്കൊണ്ടിട്ടുള്ളവനാണ് എന്ന് കരുതുന്നത്, അതേസമയം സർവഭൂതങ്ങളുടെയും കേന്ദ്രമായി വർത്തിക്കുന്നത് ഞാനാണെന്നറിയാതെ അവർ എന്നെ അവമാനിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ആനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ചിലർ അഭിപ്രായപ്പെടുന്നത്, സ്വാമി ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ശപിക്കാമോ എന്നൊക്കെയാണ്. നിങ്ങൾക്ക് കാരണം നമുക്ക് തോന്നില്ല നിങ്ങളിത് കണ്ടിട്ടുണ്ട് എന്ന്. നമ്മളൊരൊറ്റ കാര്യമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഈശ്വരൻ്റെ പേരിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു മിണ്ടാപ്രാണിയില്ല. കരയിൽ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു ജീവിയാണ്. ഏറ്റവും ശക്തിയുള്ളത് കരയിൽ ആനയാണ്. അത് ഏറ്റവും ശക്തിമാനാണ്, സമ്പൂർണ്ണ സസ്യാഹാരിയാണ്. ഈ വെജിറ്റേറിയനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സിമ്പലാണ് ആന. ഏറ്റവും ശക്തനാണ്, അപാരമായ കരുത്തുള്ളതാണ്. ആ ജീവിയെ ഇങ്ങനെ കൂച്ചുവലങ്ങിട്ട് മുള്ളിൻ്റെ ഈ പാദസരം പോലെ അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് അനങ്ങാൻ പറ്റാതെ അത് നിലവിളിക്കുന്ന, നമ്മളെടുത്ത് ഒരുപാട് ഇത് ഏത് കാലം നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്നറിയോ? ഏത് കാലത്ത് നിങ്ങൾ നമ്മുടെ പ്രഭാഷണം കേട്ടിട്ടുള്ളതാണെങ്കിൽ ഈവൻ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം നമ്മൾ അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നമ്മൾ ഇത് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ചില ആനപ്രേമികൾ എന്ന വ്യാജർക്ക് അവർ ചിലർ വന്ന് നമ്മളെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ആനയെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കാര്യങ്ങൾ. അതിപ്പോൾ നിങ്ങൾ ഈ ആനപ്രേമികൾ എന്ന് പറയുന്നത് അതൊരു വ്യാജമാണത്. നിങ്ങൾക്ക് ഈ ആനയെ പീഡിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ മാനസിക വിദഗ്ധന്മാരെ കണ്ട് ചികിത്സ നേടേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യഹൃദയം താങ്ങുന്നതല്ല അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഇതിൽ തന്നെ യൂട്യൂബിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയച്ചു തന്നാൽ മതി. നമ്മൾ 1-2 വീഡിയോകൾ അയച്ചു തരാം. 2 നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലാതെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സിനിമ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സിനിമ തുടങ്ങുന്ന സമയത്ത് അത് എഴുതി കാണിക്കണം എന്നാണ്. എന്താ എഴുതി കാണിക്കേണ്ടത്? ഈ സിനിമ പുതിയ നിയമമാണ്. എന്താണ്? ഇതിൽ സ്ത്രീകളോട് അതുപോലെ മൃഗങ്ങൾ ഇവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള അവരെയൊന്നും ടോർച്ചർ ചെയ്യുന്ന ഒരു തരത്തിലുള്ളതും ഉണ്ടായിട്ടില്ല എന്ന് അവർ സർട്ടിഫൈ ചെയ്യണം. ഒരു സിനിമയിൽ പശു ഏതെങ്കിലും വഴി കൂടെ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ വിശദീകരണം കൊടുക്കണം. അതുകൊണ്ട് എപ്പോഴും ഈ സിനിമാ നിർമ്മാതാക്കളും അതിൻ്റെ സംവിധായകന്മാരും ഒക്കെ ഈ മൃഗങ്ങൾ ഇതിൽ മൃഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമ ചെയ്യുന്ന കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുക. അതുമായിട്ട് അടുത്ത ബന്ധമുള്ളവർ പറയുന്നതാണ്. ഇപ്പം അത് വളരെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം അത് വളരെ എന്താ പറയുക, നമുക്ക് വിനോദത്തിനൊന്നും വേണ്ടി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു നിയമമുള്ള ഒരു രാജ്യമാണ്. തെരുവ് നായ്ക്കൾ, ഭ്രാന്തൻ നായനെ വരെ കൊല്ലാൻ നിയമം അനുവദിക്കാത്ത ഒരു രാജ്യം. തെരുവ് നായ്ക്കളൊക്കെ ഭയങ്കര ജാതി പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ അവരെ ഓടിച്ചിട്ട് കടിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ തല്ലിക്കൊല്ലണം എന്നുള്ള അഭിപ്രായമുള്ളതല്ല നമ്മൾ. അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണം.
നമ്മളൊരു നിയമം നടപ്പാക്കുമ്പോൾ അത് ഒരുക്കണം. പക്ഷേ ഈ ജീവി, ഈ മിണ്ടാപ്രാണി, കരയിലെ ഏറ്റവും വലിയ ശക്തനായ ഇതിനെ ഈശ്വര പരിവേഷം നൽകിയിട്ട് ഈ പീഡിപ്പിക്കുന്നത് എന്തിനു വേണ്ടി എന്നതാണ് നമ്മുടെ ചോദ്യം. അത്രയേ ഉള്ളൂ. അത് നമ്മുടെ കുറച്ച് വിശ്വാസികൾ എന്ന് പറയുന്ന ഈ ആനപ്രേമികളുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നേ. അത് നമ്മൾ കുറച്ച് ശക്തമായിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. നമ്മൾ ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ ആനയുടെ മനസ്സിൻ്റെ വേദനയോടൊപ്പമാണ്. സ്വാമിയല്ലേ, സ്വാമിക്ക് സഹനം വേണ്ടേ? ഈ ആനയെ പീഡിപ്പിക്കുന്നത് നമ്മളെ പീഡിപ്പിക്കുന്നതാണ്. അതിനേൽക്കുന്ന പീഡനം നമ്മുടെ പീഡനമാണ്. അതാണ് ഒരു സന്യാസി ആയതുകൊണ്ടുള്ള പ്രശ്നമാണത്. അല്ലാതെ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നിങ്ങളെപ്പോലെ കരുതാൻ നമുക്ക് വയ്യ. വേറെ ഒരു ജീവി അങ്ങനെ നിങ്ങൾ പറയൂ, ഏത് ജീവിയാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? ഏത് ജീവിയാണ്? അതിന് പറ്റാത്തൊരു കാര്യം, അതിന് നമുക്കൊക്കെ ഉണ്ടല്ലോ, പ്രകൃതിയായിട്ട് നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഈ സിമെൻറ്റിൻ്റെ മുകളിൽ ഈ മൂടിയുടെ ഇതിങ്ങനെ വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ ഒരു ജാതി ശബ്ദം ഉണ്ടാവും. അത് ഈ ചെവിയിൽ വന്നിങ്ങനെ അലയുമ്പം നമുക്ക് എത്രമാത്രം അലോസരം ഉണ്ടാവും. നമ്മളെന്താ പറയുക, നിർത്താൻ പറയില്ലേ? അത് പറഞ്ഞിട്ട് നിർത്താതെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ പോയിട്ടൊന്ന് കൊടുക്കും അങ്ങോട്ട്, അല്ലേ? ഈ ജീവിയെ സംബന്ധിച്ച് അതിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ കർമ്മഫലം അനുഭവിക്കും എന്നുള്ളത് നമ്മുടെ ശാപവാക്ക് മാത്രമല്ല. അങ്ങനെ ശാപത്തിന് പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടെങ്കിൽ അത് ഫലിക്കണേ എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ്. അത് കണ്ടിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ വേദന നമ്മുടെ വേദനയായിട്ട് മാറിയിട്ടുള്ളത് കൊണ്ടും ഒക്കെ. മറ്റത് ഈ ശാപ്പിടാൻ വേണ്ടി ഓരോരുത്തർ ഓരോന്നിനെ കൊല്ലുന്നുണ്ട്. അതിന് എങ്ങനെ കൊല്ലണം എന്നൊക്കെ ഉള്ളതിന് ഇവിടെ ഒരു നിയമമൊക്കെ ഉണ്ട്, അറവുശാലയിൽ ഉപയോഗിക്കേണ്ടത്. നിയമം അനുസരിക്കുന്നത് കൊണ്ട്, നിയമം ഇവിടെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ അറവുശാലയിൽ ഈ അറവൊക്കെ നടക്കുന്നു. ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കരുത് എന്നാണ് നമ്മുടെ പക്ഷം. നാരായണ ഗുരുദേവൻ്റെ ഒരു പീഡയും ഒരു ഉറുമ്പിനും വരുത്തരുത്, ഇതാണ് ജീവകാരുണ്യം. ആ പക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അത് വ്യത്യസ്തമായിട്ടൊന്നാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇതിനെങ്ങനെ പീഡിപ്പിച്ച് ദിവസവും അതിന് പീഡനമാണ്. ദിവസവും അതിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ജീവിതം എന്തൊരു വേദനയുള്ളതാണത്. എന്നിട്ട് നിങ്ങളത് കണ്ട് ആനന്ദിക്കുക. എന്നിട്ട് നിങ്ങൾ ആനപ്രേമികളാണെന്ന് പറയാം. നിങ്ങളുടെ ന്യായീകരണമായിട്ട് തൽക്കാലം നിങ്ങളുടെ ന്യായീകരണം മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി. അതുമായിട്ട് നമ്മുടെ അടുത്ത് വരണ്ട. നിങ്ങൾ നമ്മുടെ പ്രഭാഷണം കേൾക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് ആൾ കുറഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ കുപ്പായം ഇടുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്ന്? അല്ല, കയ്യിൽ കൊടുത്ത് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ പോരെ. സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ ധർമ്മം തന്നെ ചെയ്യണം. ബോധവത്കരണമാണ് സന്യാസിയുടെ ധർമ്മം. അധാർമികമായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കണം ജനങ്ങളോട്. അത് നമ്മൾ ചിന്മയാനന്ദ സ്വാമികളുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ശങ്കരാചാര്യരുടെയും ഈ പറഞ്ഞ പരമ്പരയിൽ പെടുന്ന ഒരാളാണ്. അവരൊന്നും യാതൊരു വിധത്തിലുള്ള ദയാവായ്പും ഇത്തരം കാര്യങ്ങളിലുള്ളവരല്ല. അവരെയൊന്നും നിങ്ങൾ എന്താ പറയുക, അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. വിവേകാനന്ദ സ്വാമികളും ചിന്മയാനന്ദ സ്വാമികളെയൊക്കെ വളരെ എന്താ പറയുക, ചിന്മയാനന്ദ സ്വാമിയുടെ മുന്നിലൊന്നും ഇങ്ങനത്തെ എന്താ പറയുക ഒരു കാരണവശാൽ ഒന്നും ഒക്കെ വളരെ ശക്തമായിട്ട് അവർ ഇതിനെ സംസാരിക്കുന്നവരാണ്. അവരൊന്നും അങ്ങനെ ഒരു റാമൂളികളായിരുന്നില്ല. അങ്ങനെ ഒരു റാമൂളി ആവാൻ നമുക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കുറച്ചെങ്കിലും ബോധവൽക്കരണം ഈ കാര്യത്തിൽ, കുറച്ചെങ്കിലും ആളുകൾ ഇതിൽ നിന്ന് പിൻവാങ്ങണം. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളിതിൻ്റെ നിജസ്ഥിതി അറിയില്ല എങ്കിൽ നിങ്ങൾ ആ നിജസ്ഥിതിയെ ബോധിപ്പിക്കുക എന്നുള്ളിടത്തേക്കാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. കർമ്മണോ ഗതി ഗഹന കവയോപ്യത്ര മോഹിതാഹ ഭഗവാൻ പറഞ്ഞിട്ടുള്ള, കവികൾ പോലും മോഹിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കർമ്മത്തിൻ്റെ ഗതിക്ക് അനുസൃതമായിട്ടാണ് നമ്മളിപ്പോൾ ആയുർവേദം പറയുമ്പോൾ എന്താ പറയുക, പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. വ്യാധിയൊക്കെ ആയിട്ട് ഉണ്ടാവുകയെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ.
ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് കർമ്മഫലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശപിച്ച് അത് പറ്റിക്കൊള്ളണമെന്നോ അതിനപ്പുറത്ത് ഇതിനൊക്കെ ഫലമുണ്ട്, ഫലമില്ലാതെ പോവില്ല. യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ കർത്താരം അനുഗച്ഛതി എന്നാണ്. 1000 പശുക്കളുടെ ഇടയിലേക്ക് അതിൻ്റെ ഒരു കുട്ടി കൃത്യമായി പോയി പാല് കുടിക്കുന്നത് എപ്രകാരമോ അപ്രകാരം എന്താണ് ആ കർത്താവിനെ തിരഞ്ഞ് കർമ്മത്തിൻ്റെ ഫലം വന്നു ചേരുമെന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ കരച്ചിൽ, ഇതിൻ്റെ പീഡ, ഇതാരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാതിരിക്കില്ലല്ലോ. കാരണം അതിങ്ങനെ പീഡിപ്പിക്കപ്പെടേണ്ട ഒരു ജീവിയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അതല്ലാതെ വേറെ ഏത് ജീവിയാണ് പറയൂ നിങ്ങൾ? ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന ഒരു ജീവി ഏത് ജീവിയാണ് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ആനപ്രേമികൾ എന്ന് പറയുന്നവർ രഹസ്യമായി ആനയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോന്നി പോവുക, ആനയെ കുഴിയിൽ വീഴ്ത്തി പിടിക്കുന്നത് മുതൽ കാണാം. ഇപ്പോൾ കുഴിയിൽ നിന്നും പിടിക്കാൻ പാടില്ല എന്നൊക്കെയാണ്, എന്നാലും ഇതെല്ലാം ഉണ്ട്, എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്, എല്ലാം അനധികൃതമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ ആനയ്ക്ക് വേണ്ടുന്ന ആനയെ ട്രെയിൻ ചെയ്തിട്ടുള്ള നമ്മൾ ഈ ആനപ്രേമികളുടെ കാര്യം പറയുക, നിങ്ങൾ പേഴ്സണലായിട്ട് നമ്മൾ ഈ ആനപ്രേമികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് പറയാം, നിങ്ങൾ ആരെങ്കിലും ഈ എലിഫൻറ്റ് വിസ്പറിംഗ് എന്ന് പറയുന്ന, വിസ്പറിംഗ് എലിഫൻ്റ് ആണോ എലിഫൻറ്റ് വിസ്പറിംഗ് ആണോ എന്നറിയില്ല, എന്തായാലും ഇതാണ് അതിൻ്റെ തലവാചകം. എലിഫൻറ്റ് വിസ്പറിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്കാർ കിട്ടിയിട്ടുള്ള, ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുള്ള, ഓസ്കാർ വിന്നിങ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെൻ്ററിയാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്യുമെൻ്ററിയാണ്. എത്ര പേര് അത് കണ്ടിട്ടുണ്ടാവും? ആനപ്രേമികൾ ഒറ്റയൊരുത്തനും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ ഈ ആനപ്രേമം എന്ന് പറയുന്നത് കേരളത്തിൽ ഇട്ടാവട്ട അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന 4 ആനകളുടെ പേരും ഫോട്ടോവും വീട്ടിൽ തൂക്കിയിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിക്കും ആനയുടെ ജീവിതം അറിയില്ല. ഈ ആനപ്രേമി എന്ന വാക്ക് തന്നെ ഒരുമാതിരി വിരോധാഭാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. നമുക്കൊരു അറപ്പാണ് അത് കേൾക്കുന്നത് തന്നെ, ഈ ആനപ്രേമികൾ എന്ന് പറയുന്നത്. കുറച്ച് ആനപ്രേമികളെ കേരളത്തിലെ വിദ്വാന്മാരെ അറിയാം നമുക്ക്, 10 പൈസയുടെ ബുദ്ധി ഇല്ലാത്തവർ. നിങ്ങൾ ചോദിക്കുക അവരോട്. എലിഫൻറ്റ് വിസ്പറിങ് ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയാണ്. ഒരു സ്ത്രീയാണ് ഈ ആനക്കുട്ടികളെ മുഴുവൻ അതിനെ അവരുടെ മക്കളെ പോലെ അതിനെ ഇതാക്കുന്നതാണ്. അതൊക്കെ സാധിക്കും, ഈ ജീവജാലങ്ങളോടൊക്കെ അതിനെയൊക്കെ സാധിക്കും. അവർക്കങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയി ചെണ്ടക്കൊട്ട് കാര്യങ്ങൾ അതൊന്നും അവരവിടെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിന് പറ്റാത്ത ചില കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ അതിന് ഇതുണ്ടാവും. ഏത് ജീവിക്കും ഉണ്ടാവും അത്. ഓരോ ജീവികൾക്കും പറ്റാത്തതും പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പ്രകൃതിയുടെ ഒരു നിയമമാണത്. പ്രകൃതിയിൽ അങ്ങനെയാണ്. അത് ചെവി തന്നെ അത്രയും വലിയ ചെവിയാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ളത് പോലും അതിന് കേൾക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും വലിയ ചെവിയാണ്. അപ്പോൾ ആ ചെവി അതിങ്ങനെ തലയിട്ട് ആട്ടുമ്പോൾ നമ്മളതിന് ഒരു പേര് കൊടുത്ത് ഗണപതിയാട്ടം, അത് സന്തോഷം കൊണ്ട് ആടുകയാണ്, അത് വേദന കൊണ്ട് പൊളഞ്ഞ് അതിൻ്റെ അസ്വസ്ഥതയുടെ കണ്ണുനീരിന് നമ്മൾ ആനന്ദ കണ്ണീരാണ് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കും. അത് നിങ്ങളുടെ വിവരക്കേട്, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ആനയെ സ്നേഹിക്കുന്നവരല്ല. നിങ്ങൾ കേവലം ഈ ഉത്സവത്തിന് കൂച്ചുവിലങ്ങിട്ട് അതിൻ്റെ ഈ ശിവേലിക്ക് അതിൻ്റെ ഇങ്ങനെ പോയി അതിനെങ്ങനെ കണ്ട് ഇങ്ങനെ അതിനെ പീഡിപ്പിക്കുന്നതും എല്ലാം കണ്ട് നിങ്ങളുടെ ഒരു നേരം പോക്ക്. പക്ഷിപ്പനി പോലെ മറ്റേ എന്താ പറയുക, നമ്മുടെ ആലപ്പുഴയിലൊക്കെ താറാവുകളെ കൂട്ടത്തോടു കൂടി കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തോട് കൂടിയിട്ട് 1000കണക്കിന് താറാവുകളെയൊക്കെ ഡീസൽ സ്പ്രേ ചെയ്തിട്ട് തീ കൊടുത്തിട്ടൊക്കെയാണ് കൊന്നിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞാൽ മനുഷ്യരിലേക്ക് അത് വ്യാപിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുമ്പോൾ അതിനെ അങ്ങനെ കൊന്നൊടുക്കിയിട്ടുള്ളതാണ്. ആന അത്തരത്തിലൊരു മാരകമായ രോഗം പടർത്തുന്ന ഒരു ജീവിയായി മാറിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു ആനയിൽ നിന്ന് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിലുള്ള വൈറസ്
പടർത്താൻ ശേഷിയുള്ള ഒരു ജീവിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഈ വൈറസ് പടരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആനയെ കൊല്ലാനുള്ള ഓർഡർ ഇടും. അപ്പോഴേ ഈ ആനപ്രേമികൾ എന്ത് ചെയ്യും? ആനപ്രേമികളുടെ പ്രേമം അത്രയേ ഉള്ളൂ. അവരുടെ വിനോദവും അവരുടെ അരമണിക്കൂർ 1 മണിക്കൂർ നേരത്തെ ആക്ടിവിറ്റി അവർക്കറിയോ ഇത് കഴിഞ്ഞാൽ, ഈ ഉത്സവം കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അവർ പോയി കാണുന്നുണ്ടോ? കാണുന്നില്ല. അത് ഇത്രയും നേരത്തെ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ, അത് കുടിക്കുന്നുണ്ടോ? അതിനിങ്ങനെ നിന്ന് അതൊന്നും ഒരു കാലം ഒന്നും ഇങ്ങനെ വെച്ചൊന്ന് ഇതിങ്ങനെ ഒന്ന് ഇതാക്കുമ്പോഴത്തേക്കും 2 അടി കൊടുത്തിട്ട് അതിനെ നേരെയാക്കിക്കുക. നിങ്ങൾ അതായിട്ട് തീരണം. അങ്ങനെ അതായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വേദന നമ്മൾ അനുഭവിക്കുന്നു. ഒരു പരകായ പ്രവേശം ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളോടിത് ശക്തമായി പറയുന്നത്. ഒരാനയായി തീർന്നിട്ടാണ് നമ്മൾ നിങ്ങളോടിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളതിൽ ആനന്ദിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ആ കർമ്മഫലം ഉണ്ടാവും, വരണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതാരെങ്കിലുമൊക്കെ ചവിട്ടി കൊല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അതൊന്നും മാറ്റാൻ പോകുന്നില്ല. നമ്മൾ കഠിന ഹൃദയനാണ്, കഠോരനാണ് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. നിങ്ങൾ എങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്കതിന് യാതൊരു വിഷമവുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ഏതായാലും ജീവജാലങ്ങളിൽ സർവഭൂതങ്ങളിലെയും ആ ഭൂതങ്ങളായി കുടികൊള്ളുന്നവൻ ഞാനാണെന്നറിയാതെ ഏതോ ഒരു ഇടത്ത് എന്നെ ഭജിക്കുന്നു. അവർ മൂഢന്മാരാണ്. അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ എന്താ പറയുക, അവിവേകികളും മോഘകർമാണ മോഹജ്ഞാന വിചേതസഹ. നിഷ്ഫലമായ കർമ്മവും എല്ലാം നിഷ്ഫലമാണ്. പോക്ക് കേസാണ് അർജുന എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. ഗീതയിൽ നിന്നൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഗീതയെ വേണ്ടാന്ന് വയ്ക്കാം. നിങ്ങൾ എന്നിട്ട് ഇതൊക്കെയായിട്ട് ഈ പറഞ്ഞ പപ്പനാഭനെയും രാമചന്ദ്രനെയും ഒക്കെ ആയിട്ട് നടന്നോളൂ. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സതതച്ചാഹം അർജുന. അഹം ഞാൻ തപാമി, ഞാൻ ഈ വേനലിനെ ഞാൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അഹം വർഷം ഉത്സൃജാമി, ഞാൻ മഴയെ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിനെയൊക്കെ ഉപസംഹരിക്കുന്നു, ഇതിനെ സൃഷ്ടിക്കുന്നു. അതിമനോഹരമായിട്ടാണ് ഭഗവാൻ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വിസ്തരിച്ച് പറയുന്നത്. എന്താണെന്നാണെങ്കിൽ സൂര്യൻ ഈ മഹാഭാരതത്തിൽ രാജാവിന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മഹാരാജൻ സൂര്യനെ പോലെ ആയിരിക്കണം എന്നാണ്. സൂര്യൻ, അതായത് ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ പറയുന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്ന ആളാണ് സൂര്യൻ. സൂര്യൻ ഈ വലിയ ഭൂമിയിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് ജലത്തെ ബാഷ്പീകരിക്കുന്നത് ഒരല്പം പോലും ജലത്തിന് യാതൊരു വിധത്തിലുള്ള പോറലും ഏൽപ്പിക്കാതെയാണെന്ന്. വളരെ സൂക്ഷ്മമായിട്ടാണ് അതിനെ വിഘടിപ്പിച്ച് അതിനെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി അതിനെ എടുക്കുന്നത്. പിന്നീടോ ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കുന്നുണ്ട്, മഴയായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. രാജാവിന് ഈ ഉപദേശം കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കേണ്ടത് ഇങ്ങനെയാണെന്നാണ്. സൂര്യൻ ജലത്തെ വിഘടിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് കാർമേഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് പോലെ കളക്ട് ചെയ്യുന്നതായിരിക്കണം ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നത്. അങ്ങനെയാണ്, അവർ പോലും അറിയാതെ, അവർക്ക് ഭാരമാകാതെ. എന്നാലോ അവർക്കത് ലഭിക്കുമ്പോഴോ അത് അവർക്ക് വളരെ ആനന്ദപ്രദമാകുന്ന വിധത്തിൽ, എങ്ങനെയാണോ വർഷിക്കുന്നത് നല്ല സന്തോഷത്തെ ഉണ്ടാക്കുന്ന വിധത്തിൽ ഫലഭൂയിഷ്ടമായി
ഈ കൃഷികളൊക്കെ വളരാനും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവജലമായിട്ട് അതിങ്ങനെ വരുമ്പം അങ്ങേയറ്റത്തെ ആനന്ദത്തെ ഉണ്ടാക്കുന്നു. ഇതുപോലെ അവർക്ക് വേണ്ടുന്നത് രാജാവ് നൽകണമെന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ഇത് രണ്ടും ഞാനാണ്, ഞാൻ തപിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ എന്താണ്, ഉത്സൃജാമി, ഞാൻ മഴയെ പെയ്യിക്കുകയും ചെയ്യുന്നു. അമൃതം ചൈവ മൃത്യുഹൂച്ച, ഞാൻ തന്നെയാണ് അമൃതവും, ഞാൻ തന്നെയാണ് മൃത്യുവും. മൃത്യു ഞാനാകുന്നു, അമൃതം ഞാനാകുന്നു. അമൃതം ചൈവ മൃത്യുശ്ച, മൃത്യുവും അമൃതവും ഞാൻ തന്നെ. തുടർന്ന് ഭഗവാൻ ഇതിലെ അടുത്ത ശ്ലോകമാണ് നമ്മൾ ഇതിൽ കണ്ടത്. ത്രൈവിദ്യാമാം സോമപാ പൂതപാപാഃ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. ത്രൈവിദ്യാമാം സോമപാ പൂതപാപാഃ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവ ഭോഗാൻ. എന്താണ് ത്രൈവിദ്യ? മൂന്ന് വേദങ്ങളെയും അറിയുന്ന ആളുകൾ, അതിനെ നന്നായി ബോധിച്ചിട്ടുള്ള ആൾക്കാർ സോമപാ പൂതപാപാഃ, സോമപ എന്ന് പറഞ്ഞാൽ സോമത്തെ പാനം ചെയ്യുന്നവരായ, സോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞത്തിൻ്റെ ശിഷ്ടമായിട്ടുള്ളത് പാനം ചെയ്യുന്നവർ, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അവർ പൂതപാപാഹ, പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പാപം നശിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഈ വേദത്തെ അറിഞ്ഞ, സോമപാനം ചെയ്യുന്ന, പാപം നശിച്ച അവർ യജ്ഞൈഹി മാം ഇഷ്ട്വ, യജ്ഞങ്ങളെ കൊണ്ട്, യാഗങ്ങളെ കൊണ്ടവർ എന്നെ യജിക്കുന്നു, എന്നെ പൂജിക്കുന്നു. എന്നിട്ടോ സ്വർഗതിം പ്രാർത്ഥയന്തേ, അവരുടെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തെ പ്രാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പം സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അവർ എന്നെ ഭജിക്കുന്നു. എന്നിട്ടോ തേ പുണ്യം സുരേന്ദ്രലോകം ആസാദ്യ, അങ്ങനെ അവർ പുണ്യം, ആ പുണ്യത്തിൻ്റെ ഫലമായി സുരേന്ദ്രലോകം ആസാദ്യ, സുരേന്ദ്രൻ്റെ, ഇന്ദ്രൻ്റെ ലോകത്തെ, സ്വർഗത്തെ പ്രാപിച്ചിട്ട് ദിവി ദിവ്യാൻ ദേവഭോഗാൻ അശ്നന്തി, അവിടെ ദിവ്യങ്ങളായിട്ടുള്ള, ദിവി എന്ന് പറഞ്ഞ സ്വർഗത്തിൽ ദിവ്യങ്ങളായിട്ടുള്ള ദേവഭോഗാൻ, ദേവന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ഭോഗങ്ങളെ അനുഭവിക്കുന്നു. അശ്നന്തി, അവരങ്ങനെ അനുഭവിക്കുന്നു. അവർ ഋഗ്വേദത്തെയും യജുർവേദത്തെയും സാമവേദത്തെയും ഈ മൂന്നിനെയും കൂടെ കൂട്ടിയിട്ടുള്ളതിനെയാണ് ത്രൈവിദ്യ എന്ന് പറയാം. ഈ വേദത്തിൽ പറഞ്ഞിട്ടുള്ള ചില കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും ഒക്കെ ആയിട്ട് ഇവർ സ്വർഗപ്രാപ്തിയൊക്കെ നേടുന്നു. ഇതൊരു ആലങ്കാരികമായിട്ടുള്ള പറച്ചിലാണ്. എങ്ങനെയാണ് ഈ വിദ്യ, എങ്ങനെയാണ് ഇത് നേടുക, ഇത്തരം കാര്യങ്ങളൊന്നും ഗീതയിൽ പറഞ്ഞിട്ടില്ല. മറ്റു പലതും പറയുമെങ്കിലും അപ്പോൾ ഇതാണോ ഗീതയുടെ വിഷയം എന്ന് വെച്ചാൽ ഇത് ഗീതയുടെ വിഷയമല്ല. അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ പോലെ ആത്യന്തികമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയെന്ന് അനവധി തവണ, ഒരിടത്തല്ല, പലയാവർത്തി കൃത്യമായി വീണ്ടും വീണ്ടും പറയുന്ന ഗീത ഈ വിദ്യയെക്കുറിച്ചൊന്നും പറയില്ല. സ്വർഗവിദ്യ ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? ലക്ഷ്യമല്ല, അതല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ട്, അല്ലെങ്കിൽ അത് പറയാമല്ലോ. ഇപ്പോൾ കഠോപനിഷത്തിൽ യമധർമ്മൻ നചികേതസ് ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ വരമായിട്ട് ചോദിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നാ. അപ്പോൾ യമധർമ്മൻ പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് യാ ഇഷ്ടകായാവ തീർവായ യഥാവ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇഷ്ടിക നിരത്തുക അത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അതെങ്ങനെ എന്നുള്ളത് പറയുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് അവിടെ വിഷയമല്ല, അതല്ല വിഷയം.
സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യലല്ല ഇവിടുത്തെ വിഷയം. ഇവിടത്തെയും വിഷയം അതല്ല. അതുകൊണ്ട് സാമാന്യമായിട്ട് പറഞ്ഞു പോരും. എന്താ പറയുന്നത്, അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർ സ്വർഗത്തെ നേടുന്നു. ഇന്ദ്രൻ്റെ പദവിയിലല്ല, ഇന്ദ്രൻ്റെ ലോകത്തിൽ പ്രവേശിച്ച് ദേവന്മാർ അനുഭവിക്കുന്ന അനുഭവങ്ങളെ അവരനുഭവിക്കുന്നു. ശരി, എന്നിട്ടോ അതോടുകൂടി കഴിഞ്ഞോ? ഇല്ലല്ലോ. ആണ് അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാഃ ഗദാഗദം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാഃ ഗദാഗദം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം. തേ അവർ, ആരയ്യവർ? ആരാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടുന്ന ഓരോരോ കർമ്മങ്ങളെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയത്, അവർ എന്താണ്? വിശാലം സ്വർഗലോകം, ആ വിസ്തൃതമാർന്ന സ്വർഗലോകത്തെ ഭുങ്ക്ത്വ അവരനുഭവിച്ചിട്ട് പുണ്യേ ക്ഷീണേ, എന്ത് ഫലമായിട്ടാണ് അവരവിടെ എത്തിയത്? അവർ ചെയ്ത ചില പുണ്യങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, അതിൻ്റെ ഹേതുവായിട്ടാണ് അവരവിടെ എത്തിയത്. അപ്പോൾ അതെന്തുള്ളതാണ്? ക്ഷയിക്കുന്നതാണ്. ആ കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് പരിമിതിയുണ്ട്, അത് ക്ഷയിക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷീണേ പുണ്യേ, പുണ്യം ക്ഷയിക്കുമ്പം മർത്യലോകം വിശന്തി, മരണമുള്ള ലോകത്തിലേക്ക്, മർത്യൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു വിസിറ്റിംഗ് വിസയിൽ പോയതാ, 3 മാസത്തെ കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസയുടെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരണമല്ലോ. പണ്ടൊരു ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരാളെ ഇതേപോലെ പിടിച്ചു കൊണ്ടുപോയിന്ന, അയാളെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ മൂപ്പര് ഒരു നേരം കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞ ആളാണ്. അങ്ങോരെ കൊണ്ടുപോയിട്ട് ഒരു പായൊക്കെ വിരിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങോരെയാണ് കൊണ്ടുപോയത് വലിയൊരു 7 സ്റ്റാർ ഹോട്ടലിലേക്ക്, വേറെ ഏതൊരു സ്ഥലത്ത് വിമാനത്തിലൊക്കെ പോയപ്പോൾ തന്നെ മൂപ്പരാകെ അട്ടി തെറ്റിപ്പോയി. ഇങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ വല്ല ലോട്ടറി അടിക്കുന്നത് പോലെ ചില സിംഗപ്പൂർ യാത്ര ഒന്നും വേണ്ട, ഫ്രീ ആണ്, എല്ലാം ഫ്രീ. 5 ദിവസം സിംഗപ്പൂർ കംപ്ലീറ്റ് ഫ്രീ, വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി. എന്താ വെറുതെ ഒന്ന് അവിടെ ചെന്നപ്പോഴേക്കും എന്താ അങ്ങനെയുള്ള റൂം, ബാത്ത് ടബ്, സോപ്പ് പലവിധം, ഷാമ്പു പലവിധം. ഫോൺ എടുക്കുമ്പോഴേക്കും ഹലോ എന്ന് ചോദിക്കാൻ ആൾ, മൂപ്പരുടെ ഭാഷ സംസാരിക്കുന്ന ആൾ, എന്ത് വേണം അപ്പം. ഫുഡ് ഏത് തരം തരാതരം, ടി വി, അത് ഇത്, വിനോദം. ചുരുക്കി പറഞ്ഞാൽ 7 ദിവസം ക്ഷീണേ കൂപ്പൺ. അതിൻ്റെ കാലാവധി കഴിഞ്ഞാലോ വീണ്ടും കഞ്ഞി. അപ്പോൾ ആ പണ്ട് കുടിച്ച കഞ്ഞിയുടെ സ്വാദ് ഉണ്ടാവുമോ പിന്നെയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെയും പറയാണ് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും ഇവിടേക്ക് വരവുണ്ടേ. എന്നിട്ടോ പഴയതുപോലെ തന്നെ. ഏവം ത്രയീധർമ്മം അനുപ്രപന്നാഹ, ഇപ്രകാരം വേദധർമ്മത്തെ അനുസരിക്കുന്ന കാമകാമാഹ, ഈ ഫലകാമന്മാർ, ഫലത്തെ കാമിക്കുന്ന ആളുകൾ, ഗതാഗതം, ഈ പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ആ പോക്കുവരവിനെ അവർക്കത് എന്താണ്, മരണരൂപത്തിൽ തന്നെ അവർക്ക് എന്തുണ്ടാവുന്നു, അത് ലഭന്തേ, അതവർക്കുണ്ടാവും. അതിൽ നിന്ന് അവർക്ക് എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ഇതിനെന്തുണ്ട്, ഇത് ക്ഷയിക്കുന്നതാണ്.
നാശമുണ്ട്. തുടർന്ന് ഭഗവാൻ പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നമ്മുടെ LICയുടെ ഒരു മന്ത്രമാണ്, ശ്ലോകനാണ്. LIC നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ലോഗോ, അവരുടെ ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് യോഗക്ഷേമം വഹാമ്യഹം എന്നാണ്. പ്രസിദ്ധമായ ഭഗവത്ഗീതയുടെ ഇതിൽ നിന്നാണ് ആ ലോഗോന് താഴെ ഈ യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത് എടുത്തിട്ടുള്ളത്. എന്താ ഭഗവാൻ പറയുന്നത്? അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യേ ജനാഹ, ഏതേത് ആളുകളാണോ, അനന്യ മാം ചിന്തയന്തഃ, എന്നാൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മറ്റൊന്നിലും പോയി പെടാതെ, ഈ ട്രാപ്പുകളിലൊന്നും പോയി വീഴാതെ, മാം ചിന്തയന്തഃ, എന്നെ എന്ന് പറയുമ്പോഴെന്താണ്? മാറ്റമില്ലാത്തതിന്. മറ്റതൊക്കെ മാറുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം മാറ്റത്തിന് വിധേയമല്ലാത്ത സ്ഥായിയായ ആത്മാവായ, നേരത്തെ എന്തൊക്കെ ലക്ഷണങ്ങളാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ മനസ്സ് വ്യാപരിക്കുന്നവരായിട്ടുള്ളവരാരാണ്? യേ ജനാഹ, അവർ എന്താണ്? മാം ചിന്തയന്ത പര്യുപാസതേ, അവർ എങ്ങനെയാണോ എന്നെ ഉപാസിക്കുന്നത്, നിത്യാഭിയുക്താനാം തേഷാം, അങ്ങനെയുള്ള അവരുടെ, എപ്പോഴും ധ്യാനനിരതരായിരിക്കുന്ന അവരുടെ യോഗം ക്ഷേമം, യോഗം കിട്ടാനുള്ളത്, ക്ഷേമം കിട്ടിയത്. അതാണ് LIC സംരക്ഷിക്കാം എന്ന് പറയുന്നത്. അത് ഭഗവാൻ ഇവിടെ സംരക്ഷിക്കാം എന്ന് പറയുന്നത്. LIC അത് സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ ഭഗവാൻ അതൊന്നും ഇടണ്ട. എല്ലാവരുടേതും LIC സംരക്ഷിക്കില്ല. നമ്മുടെ കാശ് മേടിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് യോഗവും ക്ഷേമവും ഞങ്ങളെ ഏറ്റവും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നാലോ 100,000 ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടത്തും. അപ്പോൾ യോഗക്ഷേമം അഹം വഹാമി, ഭഗവാൻ ഗ്യാരണ്ടി തരുന്നു, ഞാനാണ്. അവർക്ക് എന്ത് കിട്ടണം, അവർക്ക് എന്തുണ്ട്, അതിനെ കിട്ടേണ്ടത്, നേടേണ്ടത്, അവർക്ക് എന്താണോ വേണ്ടത്, അത് ആ കാര്യം എൻ്റെ കയ്യിലാണ്. അവരുടെ നേടിയതിൻ്റെ സംരക്ഷണവും അതും എൻ്റെ ഉത്തരവാദിത്വമാണ്. ഭഗവാൻ ഇതിനെ ഇനി വിസ്തരിക്കുന്നുണ്ട്. വളരെ മനോഹരമായ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ വരാൻ പോകുന്നുണ്ട്. അർജുന, നാളെ പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.